ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ബ്രില്യൻറ്റിനെ കുറിച്ചാണ്. നമ്മുടെ സബ്സ്ക്രൈബർ ആയിട്ടുള്ള ശ്രേയ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഒരു കുട്ടി ബ്രില്യൻറ്റിനെ കുറിച്ച് വീഡിയോ ചെയ്യുമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. എൻ്റെ പേഴ്സ്പെക്റ്റീവിലാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത്. എനിക്ക് എന്താണോ എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി പറ്റിയത് അതാണ് ഞാൻ ഈ വീഡിയോയിൽ പറയാം. ആദ്യം തന്നെ ഞാൻ എങ്ങനെയാണ് ബ്രില്യൻറ്റിനെ പരിചയപ്പെട്ടത്, എനിക്ക് എങ്ങനെയാണ് ബ്രില്യൻറ്റിനെ കുറിച്ച് അറിയാൻ സാധിച്ചത് എന്നുള്ളത് ആദ്യം പറയാം. അതായത് ഞാൻ +2 പഠിക്കുന്ന ആ ഒരു സമയത്ത് എൻ്റെ വളരെ അടുത്തൊരു സുഹൃത്ത് വഴിയാണ് ഞാൻ ബ്രില്യൻറ്റ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഒരു സ്ഥാപനത്തെക്കുറിച്ച് ഞാൻ അറിയുന്നത്. അപ്പോൾ എനിക്ക് എന്താണ് നീറ്റ് എക്സാം എന്നൊക്കെ അറിയാം, പക്ഷേ അതിനെക്കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു കാര്യം എനിക്കറിയില്ല. അപ്പോൾ എൻ്റെ ഫ്രണ്ടാണ് എനിക്ക് പറഞ്ഞത്. അപ്പോൾ ഞാൻ ബ്രില്ലിനെക്കുറിച്ച് കൂടുതലായിട്ടുള്ള വീഡിയോസും ക്ലാസ്സസൊക്കെ കാണാൻ തുടങ്ങി. ആ സമയത്ത് ഞാൻ ഓൾറെഡി എനിക്ക് സൈലത്തിനെ കുറിച്ച് അറിയാം കേട്ടോ. സൈലത്തിൻ്റെ ക്ലാസ്സാണ് ഞാൻ മോസ്റ്റ് ഓഫ് ദ ടൈമിൽ കണ്ടുകൊണ്ടിരുന്നത്. ബ്രില്ലിൻ്റെ ക്ലാസ്സൊക്കെ യൂട്യൂബിൽ അധികം കുറവാണ്, ഞാൻ കണ്ടിട്ടില്ല ഇതുവരെ. അങ്ങനെ ഞാൻ ആദ്യം ഓഫ്ലൈൻ ആയിരുന്നു പോകാൻ ഞാൻ വിചാരിച്ചത്. അങ്ങനെ ഓഫ്ലൈൻ പോകാൻ വേണ്ടി ഞാൻ എല്ലാ പ്രിപ്പറേഷൻസും ചെയ്തു. പിന്നെ എൻ്റെ റൂമിൻ്റെ കാര്യം കുറച്ച് ഇഷ്യൂ ആയി, ഹോസ്റ്റൽ. കാരണം എനിക്ക് റൂമിൽ ഒരുപാട് പേരുണ്ടായി കഴിഞ്ഞാൽ എനിക്ക് പഠിക്കാൻ വേണ്ടി പറ്റില്ല. ഒന്നാമത് ഞാൻ ഭയങ്കര ടോക്കറ്റീവ് ആയിട്ടുള്ള ആളാണ്, ഭയങ്കര എക്സ്ട്രോവേർട്ടാണ് ഞാൻ. സോ ഞാൻ എന്തായാലും സംസാരിച്ചിരിക്കും, അല്ലെങ്കിൽ കുറേ ആൾക്കാരുണ്ടായി കഴിഞ്ഞാൽ പഠിപ്പ് ഒരിക്കലും നടക്കില്ല എന്നുള്ളൊരു ഇത് എൻ്റെ കാര്യത്തിൽ അങ്ങനെ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ വിചാരിച്ചെന്നാൽ വേണ്ട, നമുക്ക് ഓഫ്ലൈൻ പോകേണ്ട, ഓൺലൈൻ തന്നെ എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അങ്ങനെ ഞാൻ 2023 ആ ഒരു വർഷം 2023-24 റിപ്പീറ്റ് ചെയ്തു. അത് ബ്രില്യൻറ്റിലാണ്. അപ്പോൾ ക്ലാസ് എന്ന് വെച്ചാൽ അവിടെ നമുക്ക് ആദ്യം തന്നെ ബേസ് ആണ് എടുക്കുക. അപ്പോൾ ഞാൻ ഫസ്റ്റ് ബാച്ചിൽ തന്നെയായിരുന്നു. ഈ 2 വർഷം ഞാൻ ബ്രില്യൻറ്റിൻ്റെ കൂടെയുള്ള ഈ 2 വർഷം ഞാൻ ഫസ്റ്റ് ബാച്ചിലായിരുന്നു ജോയിൻ ചെയ്തത്. ഫസ്റ്റ് ജൂൺ ബാച്ച്, അതാണ് സ്റ്റാർട്ടിങ്. അപ്പോൾ ആ ഒരു ബാച്ച് തന്നെയായിരുന്നു. ക്ലാസ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നല്ല ക്ലാസ്സാണ്. അതായത് ചില സമയത്ത് അവരുടെ സ്റ്റാൻഡേർഡ് ഭയങ്കര കൂടി പോകാറുണ്ട്. എന്നെ പോലെയുള്ള കുട്ടികൾക്ക് ചില സമയങ്ങളിൽ വായും പൊളിച്ചിരിക്കാൻ വേണ്ടി വരാറുണ്ട്. ചില കാര്യങ്ങൾ മനസ്സിലാവാറില്ല എനിക്ക്. ഇതെൻ്റെ ഹോണസ്റ്റ് റിവ്യൂ ആണ്. ഭയങ്കര സ്റ്റാൻഡേർഡിലാണ് എടുക്കുക, എന്നാൽ നമുക്ക് എല്ലാ ബേസും പറഞ്ഞു തരുകയും ചെയ്യും. സോ അതാണ് എനിക്ക് ക്ലാസ്സിനെ കുറിച്ച് പറയാനുള്ളത്. ക്ലാസ് ഞാൻ കണ്ടുകൊണ്ടിരുന്നത് റെക്കോർഡായിട്ടാണ്. ലൈവ് ക്ലാസ് ഉണ്ട്. എനിക്ക് ലൈവ് ക്ലാസ് കാണാൻ ഇഷ്ടമില്ലാത്തതിൻ്റെ ഒരു കാരണം എന്ന് പറയുന്നത്, ലൈവ് ആയി കഴിഞ്ഞാൽ നമ്മളിപ്പോൾ എന്തെങ്കിലും നോട്ട്സൊക്കെ എഴുതിയെടുക്കുന്നുണ്ടെങ്കിൽ ലൈവ് ആണെങ്കിൽ നമുക്ക് ആ നോട്ട്സ് കറക്റ്റായിട്ട് എഴുതിയെടുക്കാൻ പറ്റില്ല. എഴുതിയെടുക്കുന്ന ആൾക്കാരുണ്ടായിരിക്കാം കേട്ടോ, പക്ഷേ എന്നെ സംബന്ധിച്ച് അത് എനിക്ക് പോസിബിൾ അല്ല. കാരണം ക്ലാസ്സിലും ശ്രദ്ധിക്കണം, ആ സമയത്ത് നോട്ട് എഴുതി കഴിഞ്ഞാൽ എന്താണ് പറഞ്ഞതെന്നുള്ളത് മനസ്സിലാവില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ റെക്കോർഡ് ക്ലാസ്സാണ് എനിക്ക് വേണ്ടി ഞാൻ പ്രിഫർ ചെയ്തുകൊണ്ടിരുന്നത്. റെക്കോർഡ് ക്ലാസ്, അതായത് നമുക്ക് ഞാൻ 2x-ലും 1.7x-ലും ഒക്കെ ഇട്ട് കാണാറുണ്ട്. കാരണം എനിക്ക് അങ്ങനെ ഇട്ട് കാണുമ്പോഴാണ് എനിക്കങ്ങനെ മനസ്സിലാവാറുണ്ട്. ഇനിയിപ്പോൾ എന്നെ പോലെയുള്ള ആൾക്കാരുണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല, ഞാൻ ഇങ്ങനെയാണ് കാണാറ്. പിന്നെ ക്ലാസ്സിനെ കുറിച്ച് ഇത്രയാണ് എനിക്ക് പറയാനുള്ളത്. ക്ലാസ്സൊക്കെ കറക്റ്റായിട്ട് കണ്ടുപോകുക. ഇനി ബ്രില്യൻറ്റിൽ ജോയിൻ ചെയ്യുന്ന ആൾക്കാരുണ്ടെങ്കിൽ അന്നത്തെ ദിവസം ഓരോ ദിവസം എടുക്കുന്ന ക്ലാസ്സും ആ സമയത്ത് തന്നെ കാണുക. റെക്കോർഡ് വന്നിട്ടാകുമ്പോൾ ആണെങ്കിൽ അങ്ങനെ കാണാം. ഞാൻ റെക്കോർഡ് വരുമ്പോഴേ കാണുള്ളൂ. ലൈവ് ക്ലാസ് എനിക്ക് താല്പര്യമില്ല. അതുകൊണ്ട് ഇത്രയാണ് ക്ലാസ്സിനെ കുറിച്ച് പറയാനുള്ളത്. അടുത്തത് ഞാൻ മെറ്റീരിയൽസിനെ കുറിച്ച് പറയാം. ബ്രില്യൻറ്റിൻ്റെ മെറ്റീരിയൽസ് കമ്പയറിംഗ് ടു സൈലം ഓർ ഞാൻ വേറെ ഇൻസ്റ്റിറ്റ്യൂട്ടിലൊന്നും ഞാൻ പഠിച്ചിട്ടില്ല. സോ സൈലുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ എനിക്ക് ബ്രില്യൻറ്റിൻ്റെ മെറ്റീരിയൽസ് കുറച്ച് ബൾക്കിയാണ്. അതേപോലെ തന്നെ ക്വസ്റ്റൻസ് ഭയങ്കര സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ക്വസ്റ്റൻസുമാണ്. പക്ഷേ ആ ക്വസ്റ്റൻസ് നമ്മൾ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് നമുക്ക് നീറ്റ് ക്രാക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. അത് എൻ്റെ കേസിൽ ഞാൻ ക്വസ്റ്റൻസ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് ആ ഒരു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ക്വസ്റ്റൻസ് ഒന്നും അതിലൂടെയൊന്നും ഞാൻ പോയിട്ടില്ല. ആ വഴിക്കൊന്നും ഞാൻ പോയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് എനിക്കൊരു അത്യാവശ്യം നല്ല സ്റ്റാൻഡേർഡ് ക്വസ്റ്റൻ വന്നു കഴിഞ്ഞാൽ ഞാനവിടെ വായും പൊളിച്ചിരിക്കും. അത്രയേ ഉള്ളൂ. മെറ്റീരിയൽസ്, എല്ലാ മെറ്റീരിയൽസും, അതായത് ക്വസ്റ്റൻസ് ആയിക്കോട്ടെ, നമുക്ക് വർക്ക് ബുക്ക് ഉണ്ട്, അതുപോലെ തന്നെ സ്റ്റഡി മെറ്റീരിയൽ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിലെ ക്വസ്റ്റൻസ് ഉണ്ട്. അതിലെ ക്വസ്റ്റൻസ് കുറച്ച് സ്റ്റാൻഡേർഡ് ആണ്. അപ്പോൾ അത് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഏകദേശം നല്ലൊരു ധാരണ കിട്ടും നീറ്റിനെക്കുറിച്ച്. അപ്പോൾ അത് ചെയ്യുക. പിന്നെ നമുക്ക് വേറെ സ്റ്റഡി പാക്കേജ് ഉണ്ട്, അപ്പോൾ അതിനും ക്വസ്റ്റൻസ് ഉണ്ടാവും. അപ്പോൾ അതും ചെയ്ത് നോക്കുക. പിന്നെ നമുക്കുള്ളത് ലെക്ചർ നോട്ടാണ്. ലെക്ചർ നോട്ട് അവർ തന്നെ പ്രൊവൈഡ് ചെയ്യും. ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി അത് ഫസ്റ്റ് ഇയറും സെക്കൻഡ് ഇയറും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതും നല്ലതാണ്. അതായത് ആ ലെക്ചർ നോട്ടിനനുസരിച്ചായിരിക്കും നമ്മുടെ ക്ലാസ് എടുക്കുക. ഇപ്പോൾ ക്ലാസ്സിൽ എന്തെങ്കിലും മിസ്സായിട്ടുണ്ടെങ്കിൽ ആ ലെക്ചർ നോട്ട് നമുക്ക് നോക്കാൻ വേണ്ടി പറ്റും കേട്ടോ. അപ്പോൾ ലെക്ചർ നോട്ട് എനിക്ക് ഒരുപാട് ഉപകാരപ്പെട്ടിട്ടുണ്ട്. എസ്പെഷ്യലി ഫിസിക്സ് ആണെങ്കിൽ ലാസ്റ്റ് നിമിഷത്തിൽ ജസ്റ്റ് ഞാൻ പഠിക്കാത്ത തിയറിയൊക്കെ നോക്കാനും ആ ഒരു ഏരിയയൊക്കെ എനിക്ക് ഏറ്റവും ഉപകാരപ്പെട്ടത് ലെക്ചർ നോട്ടാണ്. അപ്പോൾ ഇത്രയാണ് എനിക്ക് മെറ്റീരിയൽസിനെ കുറിച്ച് പറയാനുള്ളത്. പിന്നെ മെറ്റീരിയൽസിൽ അസേർഷൻ റീസണും അങ്ങനെയുള്ള ഒരുപാട് മെറ്റീരിയൽസ് ഉണ്ട്. നമുക്ക് ബ്രെയിൻ പോയിന്റർ വരുന്നുണ്ട്. ഞാൻ കാണിച്ചു തരാം. ബ്രില്യൻറ്റിലെ ക്ലാസ് ടീച്ചേഴ്സിനെ കുറിച്ച് ഞാൻ പറയുകയാണെങ്കിൽ, സത്യത്തിൽ എനിക്ക് ഏറ്റവും ബ്രില്യൻറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥാപനത്തിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് അവിടുത്തെ ക്ലാസ് ടീച്ചേഴ്സിന് കുട്ടികളോടുള്ള പെരുമാറ്റമാണ്. കാരണം വളരെ പൊളൈറ്റായിട്ട് എന്നോട് ഇതുവരെ ഞാൻ അവിടെ 2 വർഷമായിട്ട് ഞാനവിടെ പഠിക്കുന്നുണ്ട്. അവിടെയുള്ള ടീച്ചേഴ്സൊന്നും മോശമായിട്ട് പെരുമാറിയിട്ടേ ഇല്ല, അല്ലെങ്കിൽ കുറച്ച് റൂഡായിട്ട് പെരുമാറിയോ, അല്ലെങ്കിൽ നമ്മൾ ചോദിക്കുമ്പോൾ എന്തെങ്കിലും നമ്മൾ ഡൗട്ട് ചോദിച്ചു കഴിഞ്ഞാൽ അത് എക്സ്പ്ലെയിൻ ചെയ്യാതിരിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. അപ്പോൾ അവിടെയുള്ള ടീച്ചേഴ്സ്, നമ്മൾ ക്ലാസ് ടീച്ചേഴ്സ് എന്ന് പറയുന്നത്, അതായത് വീക്ക്ലി നമ്മളെ ഏകദേശം 2 ടൈംസ് വിളിക്കും. എന്നെ 2 തവണ വിളിക്കാറുണ്ട് എല്ലാ ആഴ്ചയും. നമ്മൾ എടുത്തില്ലെങ്കിൽ അവർ ഒരുപാട് തവണ തിരിച്ച് വിളിക്കും. നമ്മൾ എടുക്കുന്നവരെ വിളിക്കും, അല്ലെങ്കിൽ വാട്സപ്പ് ചെയ്യും എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ. പിന്നെ നമ്മൾ എപ്പോഴും വിളിച്ച് അന്വേഷിക്കും. പിന്നെ നമ്മൾ മോട്ടിവേറ്റ് ചെയ്യും, നന്നായിട്ട് പഠിക്കുന്നുണ്ടോ, എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നമുക്ക് അവരോട് സംസാരിക്കാം. അവർ നന്നായിട്ട് മോട്ടിവേറ്റ് ചെയ്യും. എക്സാമിൻ്റെ മാർക്കൊക്കെ അവർ അനലൈസ് ചെയ്ത് കറക്റ്റ് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ പറഞ്ഞുതരും. അപ്പോൾ ഈ ഒരു കാര്യമാണ് എനിക്ക് ബ്രില്യൻറ്റിനോട് ഇഷ്ടം തോന്നാൻ, അല്ലെങ്കിൽ ഇനിയും ബ്രില്യൻറ്റിൻ്റെ കൂടെ തന്നെ എന്ന് ഞാൻ എൻ്റെ തീരുമാനം
ഉറപ്പിക്കാനുള്ള കാരണം തന്നെ ഈ ഒരു കാര്യമാണ്. കാരണം നമ്മൾ ആരെങ്കിലും നമ്മൾ സംസാരിക്കുന്നത് അല്ലെങ്കിൽ നമ്മുടെ വിഷമങ്ങൾ കേൾക്കാൻ ഒരാളുണ്ടാവുക, അതിനെ സപ്പോർട്ട് ചെയ്യുക, അല്ലെങ്കിൽ നമ്മുടെ മിസ്റ്റേക്സ് പറഞ്ഞു തരിക, അത് തിരുത്തുക എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും വേണ്ടതാണ്. നമ്മൾ അതാണ് ആഗ്രഹിക്കുക. അപ്പോൾ ബ്രില്യൻറ്റിൻ്റെ ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ഒരു കാര്യമാണ് അവരുടെ മെൻറ്റർഷിപ്പ്, അവിടെയുള്ള ടീച്ചേഴ്സിൻ്റെ പെരുമാറ്റം എന്ന് പറയുന്നത്. കമ്പയറിങ് ടു സൈലം, എനിക്ക് ഈ ഒരു കാര്യത്തിലും ഞാൻ 10 ഔട്ട് ഓഫ് 10 കൊടുക്കുന്നത് ബ്രില്യൻ്റ് ആയിരിക്കും. കാരണം സൈലത്തിൽ നിന്ന് ഞാനവിടെ ചേർന്നിട്ട് ഒരു തവണ പോലും എന്നെ അവിടെയുള്ള മെൻറ്റേഴ്സ് വിളിക്കുകയോ അന്വേഷിക്കുകയോ ചെയ്തില്ല. ഞാനവിടെ ചേർന്ന സമയത്ത് ഒരു കുട്ടിക്ക് ഒരു മെൻറ്റർ എന്ന രീതിയിലാണ് പറഞ്ഞത്, നിങ്ങളെ വിളിക്കും അന്വേഷിക്കും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഒരു തവണ പോലും എന്നെ വിളിച്ചിട്ടില്ല. പിന്നെ വീക്ക്ലി എക്സാംസ് ആണ്, അതായത് നമുക്ക് മൺഡേ ടു ഫ്രൈഡേ വരെ നമുക്ക് ക്ലാസ് ഉണ്ടായിരിക്കും ബ്രില്യൻറ്റിൽ. ക്ലാസ് എന്ന് പറയുന്നത് മെയിൻലി 8 to 10 മൂന്ന് സെഷനായിട്ടായിരിക്കും ക്ലാസ് ഉണ്ടാവുക. അപ്പോൾ അതിൽ ഫസ്റ്റ് ക്ലാസ് 8 to 10, പിന്നെ 11 to 1. മൂന്നാമത്തെ സെഷൻ ഉണ്ടെങ്കിൽ ആദ്യത്തെ 1 month അങ്ങനെ 3 സെഷനൊന്നും ഉണ്ടാവാറില്ല. മൂന്നാമത്തെ സെഷൻ ഉണ്ടെങ്കിൽ അത് 3 to 5 PM വരെ ആയിരിക്കും. അപ്പോൾ മൺഡേ ടു ഫ്രൈഡേ നമുക്ക് ക്ലാസ്സസും, സാറ്റർഡേ NCERT എക്സാം, സൺഡേ വീക്ക്ലി എക്സാം. വീക്ക്ലി എക്സാം എന്ന് വെച്ചാൽ നമ്മുടെ ഈ ഒരു മൺഡേ ടു ഫ്രൈഡേ വരെ ചെയ്ത നമ്മുടെ സ്റ്റഡി ബാക്ക് മെറ്റീരിയൽസിലുള്ളതും വർക്ക് ബുക്കിലുള്ളതായിട്ടുള്ള ക്വസ്റ്റൻസ് ആയിരിക്കും ഇടുക. അപ്പോൾ ആ ഒരു എല്ലാ എക്സാമും എഴുതാൻ ശ്രമിക്കുക. വളരെ യൂസ്ഫുൾ ആണ് ഒരു എക്സാം. മിസ്റ്റേക്ക് അന്ന് തന്നെ നമുക്ക് അനലൈസ് ചെയ്യാൻ പറ്റും. ആ എക്സാം കഴിഞ്ഞ് നമുക്ക് 1:30 to 4:30 വരെയൊക്കെ എക്സാം ഉണ്ടാവാറുണ്ട്. ആദ്യത്തെ 2 months ആണെന്ന് തോന്നുന്നു നമുക്ക് 2 മണിക്കൂറാണ് എക്സാം ഉണ്ടാവുക. എനിക്കങ്ങനെ ഉണ്ടായത്. അപ്പോൾ ഇതാണ് വീക്ക്ലി എക്സാം. പിന്നെ അന്ന് ആ ഒരു രാത്രി തന്നെ നമുക്ക് 8 മണിക്ക് നമുക്ക് മീറ്റിംഗ് ഉണ്ടായിരിക്കും. ആ മീറ്റിംഗിൽ എത്ര സ്കോർ കിട്ടിയ, നല്ല സ്കോർ കിട്ടിയ ആൾക്കാരൊക്കെ അവർ നന്നായിട്ട് അപ്രീഷിയേറ്റ് ചെയ്യും. പിന്നെ അതിനെ അവർ ക്യാഷ് പ്രൈസ് ഒക്കെ കൊടുക്കാറുണ്ട്. എനിക്ക് ഇതുവരെ കിട്ടിയില്ല. അപ്പോൾ 8 മണിക്ക് മീറ്റിംഗ്സ് ഉണ്ടാവും. അതും വളരെ യൂസ്ഫുൾ ആണ്. നമ്മുടെ കോർഡിനേറ്റർ വന്നിട്ട് അതേപോലെ തന്നെ ഡയറക്ടറും വന്നിട്ട് നമ്മൾ നന്നായിട്ട് മോട്ടിവേറ്റ് ചെയ്യും. അത് നല്ലൊരു കാര്യമായിട്ട്. ബ്രില്യൻറ്റിൻ്റെ മോഡൽ എക്സാം ക്വസ്റ്റൻസ് എന്ന് പറയുന്നത് വളരെ സ്റ്റാൻഡേർഡൈസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റൻസ് ആയിരിക്കും. അത്യാവശ്യം നമ്മൾ കഷ്ടപ്പെടേണ്ടി വരും. ആദ്യമൊന്നും നമുക്ക് മാർക്കൊന്നും ഉണ്ടാവില്ല. പിന്നെ നമ്മളത് കറക്റ്റ് ചെയ്ത് തെറ്റിയ ക്വസ്റ്റൻസ് ഒക്കെ എഴുതിയെടുത്ത് അങ്ങനെ നമ്മൾ എക്സാം എഴുതിക്കൊണ്ടിരിക്കുക. നമുക്ക് ലേണിംഗ് ആപ്പിലും ക്വസ്റ്റൻസ് ഉണ്ട്. അപ്പോൾ അതും നമുക്ക് ചെയ്യാൻ പറ്റും. പിന്നെ മോഡൽ എക്സാംസ് ആദ്യമൊക്കെ 1 2 ഒക്കെ ഉണ്ടാവുള്ളൂ. പിന്നെ ഏകദേശം ജനുവരി മുതലാണ് അങ്ങോട്ട് മോഡൽ എക്സാംസ് ഒരുപാട് വരുന്നത്. ജനുവരി ഫെബ്രുവരി ആ ഒരു സമയത്ത്. അപ്പോൾ എല്ലാ മോഡൽ എക്സാമുകളും എഴുതാൻ ശ്രമിക്കുക. നീറ്റിൽ നിന്നും വളരെ വ്യത്യസ്തമായിട്ടുള്ള ക്വസ്റ്റൻസ് ആയിരിക്കും അതിലുണ്ടാക്കുക. എന്ന് വെച്ചാൽ വളരെ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ക്വസ്റ്റൻസ് ആയിരിക്കും. അത് ഒരുപാട് തവണ ഞാൻ പറഞ്ഞു. പക്ഷേ അത് നമ്മളെ ഒരുപാട് ഉപകാരപ്പെടും. നമ്മുടെ ഫൈനൽ എക്സാമിന് ഒരുപാട് ഉപകാരപ്പെടുത്തുന്ന ക്വസ്റ്റൻസ് ആയിരിക്കും അവരിടുന്നത്. അപ്പോൾ നമുക്ക് പിന്നെ 100% നമുക്ക് വിശ്വസിക്കാം. പിന്നെ BTSും ആ ഒരു ടെസ്റ്റ് സീരീസ് അത് മാത്രം എഴുതിയിട്ടും നീറ്റിൽ 700+ മാർക്ക് വാങ്ങിയ ആൾക്കാരൊക്കെ ബ്രില്യൻറ്റിലുണ്ട്. അപ്പോൾ BTSും നല്ലൊരു ഇതാണ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് എനിക്ക് ബ്രില്യൻറ്റിനെ കുറിച്ച് പറയാനുള്ളത്. അപ്പോൾ ഒരാൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു ബ്രില്യൻറ്റിനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യുമെന്നുള്ളത്. യെസ്, എൻ്റെ അനുഭവങ്ങളാണ് ഞാനതിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഓൺലൈനായിട്ട് തിരഞ്ഞെടുക്കുന്ന ആൾക്കാർ നല്ലൊരു തീരുമാനമായിരിക്കും. ചില കാര്യങ്ങളൊക്കെ കൺട്രോൾ ചെയ്താൽ തന്നെ ഓൺലൈൻ നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു തീരുമാനം തന്നെയായിരിക്കും നമ്മുടെ. അപ്പോൾ ഓൺലൈനായിട്ട് തിരഞ്ഞെടുക്കുന്ന ആൾക്കാർ ഓൺലൈനായിട്ട് തിരഞ്ഞെടുക്കുക, ഓഫ്ലൈനായിട്ട് പോകേണ്ടവർ ഓഫ്ലൈനായിട്ട് പോവുക. ഇപ്പോൾ ഞാൻ ബ്രില്യൻറ്റിൽ ജോയിൻ ചെയ്തു. അപ്പോൾ നമുക്ക് ജൂൺ 5 മുതൽ ബേസിക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ വേഗം ജോയിൻ ചെയ്തോളൂ ബ്രില്യൻറ്റിൽ. ഓൺലൈനായിട്ട് ജോയിൻ ചെയ്യുന്ന ആൾക്കാർ കേട്ടോ. ഇത് എൻ്റെ എക്സ്പീരിയൻസ് മാത്രമാണ് ഈ വീഡിയോ. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക് ആൻഡ് കമൻറ്റ്.